എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു എക്സസൈസ് കണ്ടു. ഇത് സൂംബായുടെ മറ്റൊരു പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട്, എങ്ങനെയാണ് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്നത്? ചുമ്മാ ഉണ്ടാകുന്നതൊന്നും അല്ല. നിങ്ങൾ ജോലിയൊന്നും ചെയ്യാതെ കുറേ നേരം ചടഞ്ഞു കൂടി അങ്ങനെ ഇരുന്ന് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്നത്. അത്യാവശ്യം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ TV കണ്ട് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് കുറേ മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഒരു 12-12:30 ആകുമ്പോൾ ഓർക്കും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയിരുന്ന് ചെയ്യും. വീണ്ടും ടിവിയുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ വന്ന് ഇരുന്നാണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്നത്. അപ്പോൾ കാല് നമ്മൾ അത്യാവശ്യം എപ്പോഴും ഇപ്പോൾ എല്ലാവരും വണ്ടിയിലാണ് നടക്കുന്നതല്ലേ. അപ്പോൾ വണ്ടിയിലാണ് പോകുന്നതും വരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നടപ്പ് കുറവുമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഘട്ടത്തിൽ നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ, നമ്മൾ 10 വീട് കയറി ഇറങ്ങി ആ കാര്യം അറിയിക്കാൻ പോയിട്ട് നമ്മൾ വല്ലാതെ വിഷമിക്കും. കാരണം എന്താണെന്നറിയോ? കാലിൽ അപ്പോഴാണ് നീർക്കെട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മുടെ കാലിന് വീട്ടിലിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോഴതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ കൂടൂ. ഈ എക്സസൈസുകളൊക്കെ തന്നെ ചെയ്യൂ. ആദ്യത്തെ ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ ഇത് തേർഡ് ആണ് കാണിക്കുന്നത്. 3ാമത്തെ പാർട്ടാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയായി നമ്മൾ 4 മുട്ടുകുത്തി കൈകുത്തി ഇരുന്നിട്ട് ഈ കാലിങ്ങനെ കുടഞ്ഞു വലിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കാലിലെ നീർക്കെട്ടുകൾ നന്നായിട്ട് മാറും. അതുപോലെ ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ വയറൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെ അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ആയാസപ്പെട്ടാണ് ആ വയറിൻ്റെ ഭാഗത്ത് അമർത്തി നമ്മുടെ ബലം മുഴുവനും കൊടുത്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോഴറിയാം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അവസ്ഥകളായിരുന്നു എന്ന്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആ വയറ് കൊണ്ടാണ് നമ്മൾ ഈ പുഷപ്പ് കൊടുത്ത് പ്രഷർ കൊടുത്ത് പൊങ്ങുന്നത്. കാലും അതുപോലെ തന്നെ നമ്മുടെ ആ ബോഡി പാർട്ടും പൊക്കുന്നത്. അപ്പോഴറിയാം നമ്മൾ ഇത്രയും നാളും നമ്മുടെ വയറൊക്കെ എന്തൊരവസ്ഥയിലായിരുന്നേന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ നല്ല പോലെ മുട്ട് അമർത്തിയിട്ട് കാല് ഇങ്ങനെ പൊങ്ങിയിട്ട് ബാക്ക് അടക്കുക, ഫ്രണ്ട് അടക്കുക, ബാക്ക് അടക്കുക, ഫ്രണ്ട് അടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുട്ടുകൾക്കും അതുപോലെ കാൽപാദത്തിലെ നീരൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും ഇതുപോലെ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഈ ചെയ്യുന്നത് പാദത്തിന് വളരെ ആക്റ്റീവാണ്. വളരെ വേഗം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ.